1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ ആ രാത്രി ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെട്ടു. ലോകത്തെ ആദ്യത്തെ മനുഷ്യബോംബ് അല്ലെങ്കിൽ ചാവേർ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നത്. ആരായിരുന്നു ഇതിന് പിന്നിൽ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഈ സംഭവത്തിന്റെ വേരുകൾ കിടക്കുന്നത് അയൽ രാജ്യമായ ശ്രീലങ്കയിലാണ്. അവിടെ തമിഴ് ജനതയ്ക്ക് വേണ്ടി പോരാടിയിരുന്ന വേലുപ്പിള്ള പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള LTTE ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴിയൻ എന്ന സംഘടനയുമായി ഈ കേസിന് അടുത്ത ബന്ധമുണ്ട്. 1987 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയെ അയക്കുകയുണ്ടായി. എന്നാൽ ഇത് LTTEയും ഇന്ത്യയും തമ്മിലുള്ള വലിയ ശത്രുതയ്ക്ക് കാരണമായി. രാജീവ് ഗാന്ധി വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ അത് തങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമാകുമെന്ന് LTTE ഭയന്നു. ഇതാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയിലേക്ക് നയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് 1991 മെയ് 21 രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിലെ വേദിയിലേക്ക് എത്തുന്നത്. വൻ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നത്. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ തനു എന്ന ശ്രീലങ്കൻ തമിഴ് യുവതിയും ഉണ്ടായിരുന്നു. അവളുടെ വസ്ത്രത്തിനടിയിൽ ആരും കാണാതെ RDX ബോംബുകൾ ഘടിപ്പിച്ച ഒരു ബെൽറ്റ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഏകദേശം 10:10 രാജീവ് ഗാന്ധി വേദിക്ക് സമീപമെത്തി. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ടു നീങ്ങി. തനു അദ്ദേഹത്തിന്റെ അടുത്തെത്തുകയും ബഹുമാനപൂർവ്വം പാദങ്ങൾ തൊട്ട് വന്ദിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് താഴേക്ക് കുനിയുകയും ചെയ്തു. ആ നിമിഷം അവൾ തന്റെ അരയിൽ കെട്ടിയിരുന്ന ബോംബിന്റെ സ്വിച്ച് അമർത്തി. ഒരു വൻ സ്ഫോടനമാണ് അവിടെ നടന്നത്. രാജീവ് ഗാന്ധിയും ചാവേറായ തനുവും ഉൾപ്പെടെ 16-ലധികം ആളുകൾ ആ നിമിഷം തന്നെ കൊല്ലപ്പെട്ടു. ഇന്ത്യ മുഴുവൻ ആ വാർത്ത കേട്ട് നടുങ്ങി വിറച്ചു. ഈ കേസ് അന്വേഷിക്കാൻ CBI പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട ഹരിബാബു എന്ന ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളാണ് കേസിൽ വലിയ വഴിത്തിരിവായത്. ബോംബ് സ്ഫോടനത്തിന്റെ തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ മൈൻഡ് ഒറ്റക്കണ്ണൻ ശിവരശനാണെന്ന് കണ്ടെത്തി. നളിനി, മുരുകൻ, ശാന്തൻ, പേരറിവാളൻ തുടങ്ങി നിരവധി പേർ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിടിയിലാകുന്നതിന് മുൻപ് ശിവരശനും സംഘവും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ പ്രതികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ വിധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഇവരുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയുണ്ടായി. ദീർഘകാലത്തെ ജയിൽവാസത്തിന് ശേഷം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2022 പേരറിവാളൻ, നളിനി ഉൾപ്പെടെയുള്ള പ്രതികളെ സുപ്രീം കോടതി പൂർണ്ണമായി മോചിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ് രാജീവ് ഗാന്ധി വധക്കേസ്. സുരക്ഷാ വീഴ്ചകളും ആസൂത്രിതമായ ഗൂഢാലോചനകളും നിറഞ്ഞ ഈ സംഭവം ഇന്നും ചരിത്രത്തിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചരിത്രപരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.